അഗസ്ത്യാർകൂടം കേരളത്തിലെ ഏറ്റവും കഠിനവും ദൈർഘ്യമേറിയതുമായ ട്രക്കിംഗ് സ്പോട്ടാണ് അഗസ്ത്യാർകൂടം. സാഹസികതയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും മനസ്സിലെ ഒരു വികാരം തന്നെയാണ് ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. സമയപരിമിതി കാരണം ഓരോ ദിവസത്തെയും വീഡിയോകൾ ഉൾപ്പെടുത്തി 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള സീസണൽ ട്രക്കിംഗ് അലൗ ചെയ്യുക. രാവിലെ 5 മണിക്ക് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള KSRTC ആണ് ബോണക്കാടേക്ക് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 11 മണിക്കാണ് ബസ് ഉണ്ടാവുക. ആ ബസ്സിന് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറം ലോകത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിനും സോഷ്യൽ മീഡിയ ലൈഫിനും ഒക്കെ തരത്തിലുള്ള രക്ഷപ്പെടലാണ് ഈ യാത്ര എന്ന് പറയുന്നത്. കാരണം മൊബൈലിന് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് 1-2-3 ഇടങ്ങളിൽ ചെറിയൊരു കാറ്റിന് വന്ന് പോകുന്ന റേഞ്ച് അല്ലാണ്ട് കാര്യമായിട്ട് വേറെ റേഞ്ചോ കാര്യങ്ങളോ കണക്ടിവിറ്റിയോ ഒന്നുമില്ല. BSNLനും റേഞ്ച് തീരെ കിട്ടിയിട്ടില്ല. എയർടെലിനും ജിയോക്കാണ് പിന്നെയും പലയിടങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെയും റേഞ്ച് കിട്ടിയിട്ടുള്ളത്. കുടിവെള്ളത്തിനായിട്ട് ഒരു ബോട്ടിൽ കയ്യിൽ വെച്ചാൽ മാത്രം മതി. കാരണം പോകുന്ന വഴിക്ക് ഒത്തിരി വെള്ളച്ചാട്ടങ്ങളും ചെറിയ നീറുറവകളും ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അപ്പം അതിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യുക, കുടിക്കുക. കാട്ടിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന നല്ല വെള്ളമാണ്. നല്ല തണുപ്പും നല്ല ടേസ്റ്റും ഉള്ള വെള്ളമാണ്. വേറെ യാതൊരു വിധ മായങ്ങളും ഇല്ല. ഫസ്റ്റ് ഡേ നടത്തം തന്നെയാണ്. ഏതാണ്ട് 16 കിലോമീറ്ററോളം നടക്കാനുണ്ട്. 10 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഈവനിങ് ഒക്കെ ആവും അവിടെ എത്തുമ്പോൾ. കാരണം നമ്മൾ വഴിയിലൊക്കെ റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചും എന്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചിട്ട് അങ്ങനെയാണ് പോവുക. പിന്നെ നല്ല വെയിലാണ്. ഇടയ്ക്ക് കാടുകൾ വരുന്നുണ്ട്, അതല്ലാത്ത മലകൾ വരുന്നുണ്ട്, പുൽമേട് പോലത്തെ സ്ഥലങ്ങളുണ്ട്. പുൽമേടൊക്കെ ഭയങ്കര വെയിലുള്ള സ്ഥലമാണ്. യാതൊരു തണലും നമ്മൾക്ക് ഉണ്ടാവില്ല. പക്ഷെ വെയിലിന്റെ ചൂട് അവിടുത്തെ തണുത്ത കാറ്റുകൊണ്ട് നമ്മൾ അറിയില്ല. പക്ഷെ വെയിൽ നല്ല വെയിലുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ സ്പീഡിനനുസരിച്ചിട്ടാണ് പോകുന്നുണ്ടാവുക. കുറെ ഇടയ്ക്ക് ഇരിക്കും, വിശ്രമിക്കും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വാട്സപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻ കിണികിണി സൗണ്ടുകൾക്കിടയിൽ നിന്നും ഒരു ഒളിച്ചോട്ടം. ഏതാണ്ട് 5 മണി 5:30 ആയിട്ടുണ്ട് ക്യാമ്പിൽ എത്താൻ വേണ്ടിയിട്ട്. അതിരുമല ബേസ് ക്യാമ്പ് എന്നാണ്. അതിനിടയ്ക്ക് ഏതാണ്ട് 6ഓളം ക്യാമ്പുകൾ നമുക്ക് പാസ് ചെയ്തിട്ട് പോകാനുണ്ട്. ഇതാ കാണുന്നതാണ് നാളെ കയറാനുള്ള അഗസ്ത്യാർകൂടം. ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് കാറ്റ് കൊള്ളാൻ വന്നാന്ന് വിചാരിക്കണ്ട. എല്ലാവരും മൊബൈൽ ഫോണിന് സിഗ്നൽ തപ്പിങ്ങാണ്ട് നടക്കുകയാണ്. ഇതാണ് ക്യാമ്പിന് ഉൾവശം. ഇവിടെയാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത്.